നമസ്കാരമുണ്ട് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് കേട്ടോ അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മള് പുതിയ യാത്ര ഇവിടുന്ന് തന്നെ ആരംഭിക്കുകയാണ്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറെ ദൂരം ഇനിയും പോവാനുണ്ട്, ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട്. കർണാടകന്റെ ഉള്ളേരിയകളിൽ കൂടെ ഓരോ ഗ്രാമപ്രദേശങ്ങളിൽ കൂടെ പോയിട്ട് നമുക്ക് ഒരുപാട് ഓരോരുത്തരെ അല്ലേ കൃഷിസ്ഥലങ്ങളും എന്തൊക്കെ കൃഷികളും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് തെരഞ്ഞെടുക്കുന്ന. റബ്ബർ തോട്ടങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് തെരഞ്ഞെടുക്കുന്നത്. നമ്മളെ ടാർഗറ്റ് റബ്ബറാണ്. അത് എവിടേക്കുള്ളത്, എങ്ങനെയൊക്കെയുള്ള കുന്നും മലയാണോ, നേരത്തെ സ്ഥലമാണോ, അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാ എന്നുള്ളതാണ് നമ്മളെ മെയിൻ ലക്ഷ്യം എന്ന് പറഞ്ഞാല്. ഇപ്പൊ നമ്മളെ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ കൂടെ പോകുമ്പോ ഇപ്പൊ കേരളത്തിൽ നിന്ന് നമ്മളിപ്പോ കാസർഗോഡ് നമുക്ക് കർണാടകയ്ക്ക് പോകുന്ന ഭയങ്കര വലിയ സംഭവമായിരിക്കും ചില ആൾക്കാർക്ക്. എത്രങ്ങാനും പോണം അങ്ങോട്ടൊക്കെ, പൈസ എത്രങ്ങാനും ചെലവാണ്. അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ് ചിന്താഗതിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എവിടേക്കും പോക്കിറക്കില്ല. അപ്പൊ നമുക്ക് കർണാടകയിൽ എവിടെയൊക്കെ സ്ഥലങ്ങളിൽ നമുക്ക് റബ്ബർ തോട്ടങ്ങൾ ഉണ്ട് എന്നുള്ളതൊക്കെ നമ്മളെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഏകദേശം ഒക്കെ ഒരു രൂപം കിട്ടും. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മളെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ടാവും, അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അപ്പൊ എല്ലാവരും അതിലൊക്കെ ഒന്ന് ഫോളോ ചെയ്യുക. പിന്നെ നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന സ്ഥലത്തിന്റെ കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ പ്രോപ്പർട്ടികൾ എന്തെങ്കിലും കൊടുക്കാനോ നിങ്ങൾക്ക് കുറഞ്ഞ വിലക്കൊക്കെ വീട് സ്ഥലങ്ങളൊക്കെ എടുക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ആ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ പോയി നോക്കാം അല്ലെ. നേരെ പോവാ. അപ്പൊ നമ്മളെ വീഡിയോ ആരും സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണുക. നമ്മൾ ഓരോ ഉൾഗ്രാമങ്ങളിൽ കൂടെ പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെയാണ് ഇനി അങ്ങോട്ട് നിങ്ങളെ കാണിക്കാൻ പോണത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഇത് പോയി നമ്മൾ എവിടെയോ ഇപ്പൊ തന്നെ നമ്മൾ എവിടെയോ ആണ് വന്ന് നിക്കണത് കേട്ടോ. ഇനി പറഞ്ഞ അങ്ങോട്ടും ബസ്സുണ്ട് എല്ലായിടത്തും. ഇങ്ങനെ എല്ലായിടത്തും ബസ്സുണ്ട്. പിന്നെ എല്ലാവർക്കും ഇങ്ങനെ ഏക്കർ കണക്കിന് 8, 10, 20, 25, 30 ഏക്കർ സ്ഥലം ഇങ്ങനെ ഇഷ്ടം പോലെ ഉണ്ടാവും. കവുങ്ങായിട്ടും കൊക്കോയായിട്ടും തെങ്ങായിട്ടും എല്ലായിടത്തും നമ്മളെ നാട്ടിലത്തെ പോലെ തന്നെ തെങ്ങും കവുങ്ങും സാധനങ്ങളൊക്കെ തന്നെയാണ് എല്ലാവർക്കും കൃഷികളുള്ളത്. ഇപ്പൊ ഇവിടെ ഒന്നും ഇങ്ങനെ ജാതി സംഭവങ്ങളൊന്നും കാണാല്ലേ. ചിലർക്ക് കാപ്പിയൊക്കെ ഉണ്ടാവും, റബ്ബറിന്റെ ഇടയിൽ കൂടെ ഒക്കെ കാപ്പിയോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പിന്നെ എല്ലാരുടെ കയ്യിലും എല്ലാ ആൾക്കാരുടെ കയ്യിലും വണ്ടി സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാരുടെ കയ്യിലും ഉണ്ടാവും. പിന്നെ ഈ പറമ്പിലുള്ള ലോഡ് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനൊക്കെ ആവശ്യത്തിന് അങ്ങനത്തെ ഒരു വണ്ടി എന്തായാലും കയ്യിലുള്ളത് നല്ലതാണ്. വേറെ വണ്ടി വിളിക്കണേലേറെ നല്ലതാണ്. നമുക്ക് അധികം പറഞ്ഞേക്കാതെ നമുക്ക് പോയി നോക്കാം അല്ലെ. നമുക്ക് പോവാന്നാല് റബ്ബർ തോട്ടങ്ങൾ ഉണ്ടോന്നൊക്കെ ഒന്ന് പോയി നോക്കാം. റബ്ബർ കിട്ടിയാൽ ആരെയിലൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാനൊക്കെ വരുമല്ലോ അല്ലെ. ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഈ വീഡിയോ ചെയ്യണോണ്ട് നിങ്ങൾക്ക് ഒരു ഉപകാരമാണ്. ഇങ്ങനെ ഓരോ സ്ഥലങ്ങളെ കുറിച്ച് അറിയാൻ പറ്റും, എവിടേക്ക് എന്തൊക്കെ ഉള്ളത് അറിയാൻ പറ്റും, ആൾക്കാരുള്ള സ്ഥലമാണോ അറിയാൻ പറ്റും. ഇപ്പൊ നമ്മള് യാത്ര തുടങ്ങിട്ടോ. പോണ വഴി ഇതേ JCB റോഡ് ഏതാണ്ട് റോഡ് പണിയാണ് തോന്നുന്നുണ്ട്. ഫുള്ള് സൈഡെല്ലാം ഇളക്കി മാന്തി മറിച്ച് അവിടെ ഏതാണ്ട് വാനം കയറിയിരുന്നുണ്ട് അല്ലേ. ഇതിലൊക്കെ വീടുകളൊക്കെ ഉണ്ട്. ഫുള്ള് എല്ലായിടത്തും ഇങ്ങനെ ടാറിങ് തന്നെയാണ്. റോഡെല്ലാം ഫുള്ള് ടാറിങ് തന്നെയാണ്. ഇത് അവിടെ ചെറിയൊരു അത്യാവശ്യം വേണ്ട ഒരു കടയൊക്കെ ഉണ്ട്, പലചരക്ക് കോഴിക്കട അങ്ങനത്തെ സംഭവങ്ങൾ അവിടെ ഉണ്ട്. വീരപ്പന്റെ പോലെ കൊമ്പമേശ കേട്ടില്ലേ. അങ്ങനെ അത്യാവശ്യം വേണ്ട ചെറിയ കടകളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു അങ്ങാടി എന്ന് വേണേ പറയാം. അവിടെ എലിമല സുബ്രഹ്മണ്യ പോണ റോഡാണ്. ധർമ്മസ്ഥലക്കാണ്ട് 79 കിലോമീറ്റർ, ഹാസനിലോട്ട് 127 കിലോമീറ്റർ. ഇതിപ്പോ എവിടെ എത്തി നമ്മള്? നല്ല സ്ഥലല്ലേ. സിനിമകളിൽ കാണുന്ന ഒരു ഗ്രാമപ്രദേശങ്ങളൊക്കെ അതുപോലത്തെ ഒരു സ്ഥലമാണ്. ചെറിയൊരു ചായപ്പൊടിയ, കുറെ ആൾക്കാര്, ഇടയ്ക്കും തലക്കും ഓരോ ബസ് അല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും അമ്പലത്തിൽ പോണ വഴി. അതേതോ നമ്മളിപ്പോ വന്നത് അറാന്തോട്, മടിക്കേരി, മൈസൂർ, ബാംഗ്ലൂർ അങ്ങോട്ട് പോകണം. അത്യാവശ്യം വേണ്ട പച്ചക്കറി സാധനങ്ങൾ, പലചരക്ക് സാധനങ്ങൾ എല്ലാം ഉണ്ട്. പിന്നെ വീടുകൾ കണ്ട് ഓരോരുത്തരുടെ വീടാണ് ആ കാണുന്നത് കേട്ടോ. സാധാരണ അതെ, സാധാ വീട്, ചെറിയ വീട്. കടകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ സാധാ വീട് നോക്കിട്ട് അതിന്റെ പുറകോട്ടുള്ള ഏക്കർ കണക്കിന് സ്ഥലം വരുത്തിയാണ്. കണ്ടമാന സ്ഥലം ഉണ്ടാവും അല്ലേ. അതൊക്കെ ഇപ്പൊ ഈ കാണുന്നൊക്കെ ഓരോരുത്തരുടെ സ്ഥലമാണ്. കാടുണ്ട് കണ്ടല്ലേ. ഇങ്ങനെ കാണുമ്പോ ചെറിയ വീടായിരിക്കും, പക്ഷെ അവർക്കൊക്കെ ഇഷ്ടംപോലെ സ്ഥലങ്ങൾ കാണും കേട്ടോ. വലിയ വലിയ മുതലാളിമാരൊക്കെ ആയിരിക്കും. ഇപ്പൊ നമ്മള് വന്നത് ആ ഒരു പാടത്തിന്റെ പക്കത്തേക്കാണ് ഇപ്പൊ ഇങ്ങനെ എത്തുന്നത് കേട്ടോ. പാടത്തൊന്നും കൃഷിയൊന്നും ഇല്ലല്ലേ. അവിടെ കവുങ്ങ് നട്ടു വെച്ചിട്ടല്ലേ. നോക്കി കവുങ്ങെല്ലാം കാണുന്നുണ്ട് അവിടെ. കവുങ്ങുണ്ട്, കവുങ്ങെല്ലാം പോയിട്ടുണ്ട് കൊല്ലം. കവുങ്ങും തോട്ടാണ്. കവുങ്ങ്, വാഴ,
അതിന്റെ ഇടയ്ക്കെല്ലാം കുറെ കൊക്കോയെല്ലാം നട്ടിട്ടുണ്ട്. ഒരു ഗുമ്മില്ലല്ലേ കവുങ്ങ് തോട്ടം? കാണാനൊരു പാങ്ങില്ല, ഒരു സ്റ്റൈലില്ല. ഇവിടുത്തെ എന്താ കൃഷി പരിപാടി നടത്തുന്നുണ്ടല്ലോ. നിലം ഉഴുതു മറിച്ചിട്ടേക്കാണ്. അതിന്റെ ഈ പിന്നെ നനയ്ക്കാനുള്ള സംഭവമാണ് ആ പൈപ്പെല്ലാം ഇട്ടത്. അത് നെല്ല്. ഇവിടെ ചിലപ്പോ പാകിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ പാകാൻ ഇളക്കി മറിച്ചിട്ടതാവും. നല്ല രസാട്ടോ ഇതിലിങ്ങനെ പോകാൻ. എന്ത് രസം അറിയാം, നല്ല സ്റ്റൈല്, അടിപൊളി അടിപൊളി സ്ഥലം. ഇതിപ്പോ ഒരു വീടുണ്ട്, ചെറിയ വീട്. ഒക്കെ ഇവരുടെയൊക്കെ ആയിരിക്കും ചിലപ്പോ ഈ സ്ഥലങ്ങളൊക്കെ കാണുന്നത്. ചിലപ്പോ ചെറിയ വീട്, പശുത്തൊഴുത്ത്. വീടിന്റെ മുൻവശത്തായിരിക്കും പശുത്തൊഴുത്ത്. അവരിങ്ങനെ അല്ലേ കുറിയെല്ലാം തൊടിയിച്ച് അങ്ങ കാണുന്നതാണ് കേട്ടോ. റബ്ബറിന്റെ ഇലകളൊന്നും ഇല്ലാത്ത ആ ശിഖരങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഇപ്പൊ ഈ ഒരു ടൈമിന്. മലയാളികൾ വന്ന് വെച്ചുപിടിപ്പിച്ചാണോ? ആയിരിക്കും. വർഷങ്ങൾക്ക് മുമ്പ് വന്ന ആൾക്കാരൊക്കെ ഉണ്ടാവുമായിരിക്കും ഇതിലൊക്കെ. നമ്മള് കാവേരി അങ്കിളിന്റെ ഒരു വീഡിയോയില് നമ്മള് പിന്നെ അങ്കിള് പറയണ്ടേന്നല്ലോ അല്ലേ? ഇത് കണ്ടോ, റബ്ബറാണ് ഈ കാണുന്നത്. ആ വെട്ടുന്നില്ലേ? ആൾക്കാർ കർണാടകയിലോട്ട് വരുന്നതിന്റെ കാരണം എന്താ? എന്താണ് ആ തോട്ടം നോക്കി കേട്ടോ. കണ്ടോ? ആ അതെ അതെ, നിരന്ന സ്ഥലമായിട്ടില്ലേ? ഒന്നും മലയോ ഒന്നും അല്ല, നിരപ്പുള്ള സ്ഥലമായിരിക്കും. ഇവിടുന്ന് നോക്കിയാൽ അങ്ങേ തല വരെ കാണുകയും ചെയ്യും. വെട്ടാനും പാലെടുക്കാനൊക്കെ സുഖമാണ്. പെട്ടെന്ന് വെട്ട് തീരം ചെയ്യും. റോഡെല്ലാം ഫുള്ള് പോയി കിടക്കാണ്ട്, ഒക്കെ കൊണ്ടും പോയി ഇങ്ങനെ ചരലായി കിടക്കുന്നുണ്ട് എല്ലാം. എന്നിട്ട് ചെറിയൊരു വീട് വായിക്ക്, ഇതിന് പുറകോട്ടൊക്കെ കുറെ സ്ഥലം കാണുന്നുണ്ട്. ഇതുണ്ടോ, ഇതിവിടെ വീടും കച്ചവടവും കൂടെയാണ്. പലചരക്ക് കച്ചവടവും. മുതലാളിയാണ് ഇരിക്കണ കേട്ടോ. വലിയ വീടൊക്കെ വെച്ച് ഇവിടെ എല്ലാവർക്കും കവുങ്ങാണ്. നല്ല മണ്ണാണ് ഈ ഒരു ഏരിയയില് സ്ഥലം. അതെ, കൃഷിയൊക്കെ നോക്കി നല്ല. ചില നമ്മളെ ചിത്രദുർഗക്കൊക്കെ പോയപ്പോ കണ്ടില്ലേ, വരണ്ടുണങ്ങിയ ഭൂമി. നല്ല അടിപൊളി മണ്ണും. അവിടെ ഒരു പച്ചപ്പ് പറഞ്ഞ സാധനം കണ്ടിട്ടില്ല. ഫുള്ള് പാറക്കെട്ടും സാധനങ്ങളൊക്കെയാണ്. കാടെല്ലാം കൊത്തി കിടക്കണ്ടല്ലോ, കൊറേ കാട് കേറിപ്പോയി അതെല്ലാം അല്ലേ? തയ്യെല്ലാം പോയതാണ്. നോക്കാനിട്ട് ആർക്കും നോക്കാൻ നേരമില്ല. റബ്ബർ എന്താ വെച്ചാൽ ഇവര് നിരപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ കവുങ്ങ് വെച്ച് പിടിപ്പിച്ച്, പിന്നെ ഇങ്ങനെ ഈ കുന്നും മരയുള്ള സ്ഥലത്ത് ചെറിയൊരു ഇതൊക്കെ ഉള്ളിടത്തും, പിന്നെ അവർക്ക് നോക്കാൻ സമയമില്ലാത്ത സ്ഥലത്തൊക്കെ കൊണ്ടുപോയിട്ട് അവര് മറ്റേ റബ്ബർ വെച്ച് പിടിപ്പിച്ച്. റബ്ബറിന് 250 വില. ഇപ്പം മലയാളികളെല്ലാം കർണാടകയിൽ കയറിയിട്ട് റബ്ബർ കാലി സ്ഥലങ്ങൾ മേടിച്ചിട്ട് റബ്ബർ വെച്ച്. അപ്പൊ ഇവര് പറഞ്ഞു, ഇവരുടെ സ്ഥലങ്ങൾ കുറെ ഒഴിഞ്ഞു കിടക്കല്ലേ, അപ്പൊ ഇവരോട് പറഞ്ഞു റബ്ബർ വെച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഇവരെന്ത് ചെയ്ത്, ഇവരത് ഈ അടക്കണ്ടല്ലോ, അടക്കൊക്കെ നിലത്ത് വീണ് ഈ സാധനം പെറുക്കി എടുത്താൽ മതിയല്ലോ. അതേപോലെ എന്തെങ്കിലും പെറുക്കി വിറ്റാ കിട്ടുന്ന സാധനമാണെന്ന് വിചാരിച്ചിട്ടാണ് ഇവര് നട്ടുപിടിപ്പിച്ചത്. 8 കൊല്ലം കഴിഞ്ഞ ഇത് ഇതായി കഴിഞ്ഞ് 8 കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഇത് വെട്ടാൻ ആള് വേണല്ലോ. അന്നേരമാണ് ഇവര് കുടുങ്ങിയത്. നിലത്ത് വീണ് കിട്ടുന്ന എന്തോ സാധനാന്ന് വിചാരിച്ചാ വെച്ച് പിടിപ്പിച്ചത്. ലാസ്റ്റ് ആണിത് ചെത്താനൊരാള് വേണല്ലോ, വെട്ടാനൊരാള് വേണല്ലോ എന്ന് പറഞ്ഞത്. നമുക്കേ കോഴിയുണ്ടോ? കോഴി ഫാമാ? അതിലൊക്കെ പോയി നോക്കാം നമുക്ക്. ഫാം ഉണ്ടാകാനും പിന്നെ ഇതില് ഈ ഒരു വഴിക്ക് പോയി നോക്കാം ഇവിടെ എന്തൊക്കെയാ ഉള്ളതെന്നൊക്കെ. ഉള്ളേരിയ കൂടെ ഒന്ന് പോയി നോക്കാം. ഈ റോഡിൽ കൂടെ തന്നെ പോയിട്ട് കാര്യമൊന്നുമില്ല. ടാറിങ് ഉണ്ടായതായാലും റോഡിന് റോഡാണ്. അതിലൊക്കെ റബ്ബറുണ്ട്, ചെറിയ ചെറിയ റബ്ബറുകളാണ്. വേറെ കാര്യമുണ്ട്, ചില ഏരിയകളിൽ റബ്ബറിന് അത്ര ഇത് പോരാ. എങ്ങനെ വളർച്ച ഇതുണ്ടാവില്ല, മൊരടിച്ച് വെക്കും, വണ്ണം വെക്കാതെ. ഭൂരിഭാഗം ആൾക്കാരും അതിൽ ഇതൊന്നും അറിയാതെയാണ് നമ്മൾ നാട്ടിൽ വരുന്നത്. ഈ ഒരു തോട്ടം നോക്കി നല്ല നല്ല കവുങ്ങിലെ എന്താ പച്ചപ്പ്, കായ ഉണ്ടല്ലോ, വലിയ വലിയ കായ. നോക്കുന്ന തോട്ടാണ്. പക്ഷെ ഒരു വീട് കണ്ടെങ്കിൽ സാധാരണ വീട് ട്ടോ, ഓടിട്ട്
നല്ല മിറ്റൊക്കെ വലിയ മിറ്റായിരിക്കും. ഈ ഭാഗം ഫുള്ള് കശുമാവാണല്ലേ. രോഗം വല്ലാതെ ബാധിച്ചിട്ടൊന്നുമില്ല അല്ലേ? ഇല്ലില്ല. പേടിയുണ്ട് എനിക്ക്? പേടിയൊന്നുമില്ല. വണ്ടി പിന്നെ കുറച്ച് വലിയതായോണ്ട് അതിലും പോണോണ്ട് പിന്നെ ഒരു ടെൻഷൻ ഇല്ല. അങ്ങോട്ടൊക്കെ വഴിയുണ്ട്. എനിക്ക് തോന്നുന്നത് ഈ കവുങ്ങിനെ കഴിഞ്ഞ എത്രയോ നല്ല റബ്ബറാണ് നല്ലത്. എനിക്കതാ തോന്നുന്നത്. മറ്റേത് പറഞ്ഞാ അത് പറിക്കാൻ ആള് വേണം. എന്നും ഇതിങ്ങനെ ഓരോ മരത്തിന്റെയും ചോട്ടി കൂടെ ഇങ്ങനെ അടക്കി ഓരോന്ന് പെറുക്കി തരണം. എത്ര റിസ്ക് ആണ്. നമുക്ക് വെട്ടാനറിയണം. മറ്റേത് പറഞ്ഞ ഒരു ബക്കറ്റും കൊണ്ടിട്ട് പോയി 2 കന്നാസ് കൊടുത്ത് പോയാ ഓരോ ആ ബക്കറ്റ് ഇങ്ങനെ ഓരോ ചിരട്ട വടിച്ചൊഴിച്ച് അങ്ങനെ പോയാ പോലെ. വെട്ടാൻ നമ്മൾ തന്നെ വെട്ട് പഠിക്കണം. ഇല്ലാച്ചെങ്കിൽ വെട്ടാൻ ഒരാളെ ഏൽപ്പിച്ച നഷ്ടാണ് അല്ലേ? പിന്നെ കൂടുതൽ മരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആരെയും ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പണി എളുപ്പം. നമുക്ക് വേഗം പാലെടുക്കാനോ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ എപ്പോഴും വരുമാനം കിട്ടും. സംഭവം നമ്മളിപ്പോ ഫോറസ്റ്റിലോട്ടാണോ പോണേ? എനിക്ക് തോന്നുന്നുണ്ട് അങ്ങാ കാണുന്നത് തെങ്ങും കവുങ്ങും ഒന്നും കാണാനില്ല. ഫുള്ള് വനമാണ് ആ കാണുന്ന മരം. കണ്ടോ അങ്ങാ കാണുന്നത്. നമ്മളിങ്ങനെ ഈ ഫോറസ്റ്റിലോട്ടൊക്കെ നോക്കുമ്പോ നമുക്ക് പെട്ടെന്ന് കണ്ടറിയല്ലോ വലിയ വലിയ മരങ്ങളെ കൂടാരന്മാർക്ക് കാണുന്നത്. ആ സൈഡില് റബ്ബർ ഉണ്ട്. അങ്ങോട്ടാ കാണുന്നത് റബ്ബറാണാ കാണുന്നത്. അതെ അതെ. അവിടേക്കായിരിക്കും ചിലപ്പോ അതിലാവും പോണത് തോന്നുന്നുണ്ട്. ഇങ്ങോട്ടൊന്നും ആരും കാണാനല്ല. ചിലപ്പോ കാണും മനുഷ്യന്മാരില്ലേ. പിന്നെ ഇതിന്റെ റോഡ് ഉണ്ടാവും അല്ലേ? നമ്മളെ നാട്ടിലൊക്കെ ഇടയ്ക്ക് വണ്ടി ഇടയ്ക്ക് എപ്പോഴേലൊക്കെ ഓരോ വണ്ടി പോകും. അതൊന്നും ഇല്ലാന്നോ? പേടിയാവില്ല ഇതിലൊക്കെ. ഇവിടെയൊക്കെ വീട് വെച്ച് രാത്രി ആകുമ്പോ പേടിയാവും. റബ്ബറൊന്നും മണ്ണോ ഇല്ലാത്തത് വേറെ മരം പോയി. എന്താ അങ്ങനെ? അവര് കുരു നട്ടു മുളപ്പിച്ചൊക്കെ വെക്കോ പിശുക്കന്മാര്? ഇവര് ചിലപ്പോ വേണമെങ്കിൽ ഓരോ കൂടക്കകത്തും ആ റബ്ബറിന്റെ കുരു ഇട്ട് മുളപ്പിച്ചും കണ്ടൊക്കെ നട്ടതൊക്കെ ആയിരിക്കും ചോദിക്കും. അപ്പൊ വീഡിയോ ഒക്കെ സ്കിപ്പ് ചെയ്യാതിരുന്ന് കണ്ടോളി. ഇത് കാണുന്നത് ഈ എണ്ണപ്പനയാണോ? നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യട്ടോ. ആ എണ്ണപ്പന ഉണ്ട്. എണ്ണപ്പനയാണ്. നമ്മള് കൊറേ പണ്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നമ്മളെ നാട്ടിൽ തന്നെ പുഴേന്റെ അക്കരെ കുണ്ടോടുള്ള. പിന്നെ നമ്മള് ഇതാണ് മൂപ്പര് പറഞ്ഞ അടുത്തടുത്ത് ഇല വരാൻ പാടില്ല. അങ്ങനെ കുറച്ച് വിട്ട് നടണം പറഞ്ഞല്ലേ? ഇതിന് അത്യാവശ്യം നല്ല വില ഉണ്ട്. ഇപ്പൊ ഇവിടെ വന്നിട്ട് എടുക്കും. ഈ എണ്ണപ്പന അറിയുന്ന സാധനം നമ്മള് പാം ഓയിൽ ഉണ്ടാക്കണില്ല. പാം ഓയിൽ ഇതിന്റെ ഈ ഒരു കായെന്നാണ് ഉണ്ടാക്കുന്നത്. ഇപ്പൊ ഇതിന്റെത് കായ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. കായ പിടിക്കുന്നുണ്ട്. അതെ കണ്ടോ ഒരു ഉണ്ടയും കൊണ്ട് നിക്കണോ? നല്ല മാർക്കറ്റുള്ള സാധനമാണ്. ഇത് അവരെന്നെ വന്നിട്ട് കൊണ്ടുപോകും തോന്നുന്നുണ്ട്. ഇത് ഭയങ്കര ഗതികേടാണ്. ഈ ഇതിന്റെ ഇലയില്ലേ, ഇല പറിച്ചിട്ട് ആ ഇലയിൽ ഇതില്ലേ കൊമ്പ്, അത് സാധനം മട്ടല് അത് മുറിക്കണം. അത് കൊത്തിട്ടിട്ട് വേണം ആ സാധനം പറിക്കാനില്ലേ? അല്ലാതെ കിട്ടൂല. അതിന്റെ വേറൊരു മെഷീനെ ഒന്ന് കാണിച്ചു തന്നില്ലേ, കത്തി പോലത്തെ കുത്തിങ്ങനെ കളയുന്നത്. ഇത് മരം വലുതായി കഴിഞ്ഞാ പിന്നെ പറക്കല് കൊല്ലത്തെ ഉള്ളൂന്ന് അത് അഞ്ചലല്ലേ, കൊല്ലം അഞ്ചല് അതിന്റെ ഫാക്ടറിയാ. അവരന്ന് അങ്ങോട്ടാ കൊണ്ടുപോകാണ് സാധനം. ലോഡില്ലേ, വണ്ടിയിൽ ലോഡാക്കി ഇങ്ങനെ കൊണ്ടുപോകാൻ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ അതിന്റെ ഉള്ളിൽ കൂടെ. അത് കൊറേ ഉണ്ട് കേട്ടോ. അങ്ങോട്ടൊക്കെ ഉണ്ട്, അങ്ങോട്ട് ഉണ്ട്. റബ്ബർ മാത്രമല്ല ഈ ഒരു ഏരിയയിലുള്ളത്. റബ്ബറും കവുങ്ങും അല്ലാതെ ഈ ഒരു സംഭവം കൂടി ഉണ്ട്, എണ്ണപ്പന പറഞ്ഞ സാധനം. അവിടെ മണ്ണുകൂടുകളാണല്ലേ, മണ്ണിന്റെ അല്ലേ. ഇവരൊക്കെ എത്ര വർഷം മുന്നേ അവിടെ ഉണ്ടാവും? അന്നൊക്കെ ഇവിടെ റോഡ് ഉണ്ടാവും. അത് റോഡ് ഇപ്പൊ അടുത്തുണ്ടാക്കിയ പോലെ ഉണ്ട്. ഇത് റോഡ് ഇപ്പൊ അടുത്ത് മാന്തി നിരത്തി ആക്കിയാ തോന്നുന്നുണ്ട്. റബ്ബർ, ചെറിയ റബ്ബറുകളല്ലേ, ഞൊക്കളി മരം വെട്ടുന്നില്ല. വെട്ടുന്നുണ്ടല്ലേ, ഇപ്പൊ തുടങ്ങിയിട്ടുണ്ടല്ലേ. വെട്ടുന്നുണ്ടല്ലോ ഇല്ലല്ലോ, അങ്ങനത്തെ മരം നമ്മക്ക് വേണ്ട അല്ലേ. കുഞ്ഞ മരാണ്, അതുകൊണ്ടൊക്കെ എന്തിനാണ് ഒരു ജീവനില്ലാത്ത മരം. ചാകാനായ മരിക്കണ്ട അതിനെ കണ്ടിട്ട്. ഒരു ആരോഗ്യമില്ല. റബ്ബർ പറഞ്ഞാൽ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ ഒരു തടിയും ഇതൊക്കെ വേണം അല്ലേ, കൊറേ നീണ്ടു പോകാതെ. റബ്ബറിന് പറ്റിയ മണ്ണല്ല.
എന്തൊരു ഇവിടെ പാറയാണ് കണ്ടില്ലേ, ഒരു ഉറഞ്ഞു കിടക്കണം അവിടെ കുട്ടി പോലത്തെ അല്ലേ? കണ്ടില്ലേ, അതൊക്കെ റബ്ബറാണ്. ഈ സൈഡും റബ്ബറാണ്. അതങ്ങനെ ഇല പോയിട്ട് ഇങ്ങനെ തോന്നണം അല്ലല്ലേ? ഇല പോയിട്ട് ഇതൊക്കെ മാർക്ക് ഇടുന്നുണ്ട്, വെട്ടാൻ തുടങ്ങി, മാർക്ക് ഇട്ട് തുടങ്ങി. ഇതൊക്കെ വേറെ ടൈപ്പ് മരാണല്ലോ. എസ്റ്റേറ്റ് ആണെന്ന് ഇതൊക്കെ എസ്റ്റേറ്റ് ആണ് കണ്ടില്ലേ? അതില് ഉള്ളിൽ കൂടെ റോഡൊക്കെ വരുന്നുണ്ട്. ഇത് കർണാടകക്കാരുടെ ആണോ മലയാളികളുടെ ആണോ? ഇതൊക്കെ വഴിയൊന്നും ഇല്ലാന്നുണ്ടല്ലേ കൊണ്ട്. ഇവിടേക്ക് ആൾക്കാരെങ്ങനെ ഒറ്റയ്ക്ക് വെട്ടുക? അത് ഓൽക്കന്നെ അറിയുള്ളൂ കേട്ടോ. എനിക്ക് ഇങ്ങനെ ഒറ്റപ്പെട്ട സ്ഥലം ഇവിടെയൊക്കെ വന്നിട്ട് വെട്ടാൻ ഭയങ്കര പേടിയാവൂലേ? പിന്നെ ഓരോ ടീമുകളൊക്കെ ആയിട്ട് വരികയെന്നൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറ്റുമല്ല. അത് ഒറ്റയ്ക്കൊന്നും ആരും വരും തോന്നുന്നില്ല. ഈ തിരുവനന്തപുരം ഭാഗത്തുനിന്ന് ആൾക്കാരെന്നെ വിളിക്കുമ്പോ പറയും ഞങ്ങള് 2 ആളുണ്ട് 3 ആളുണ്ട് പറയും. അപ്പൊ ഞാൻ ചോദിച്ചവരോട് ഇങ്ങനെ നിങ്ങൾ എന്തിനാ 2-3 ആളൊക്കെ കൂട്ടി വരുന്നു, ഒറ്റയ്ക്ക് വന്നാ പോരെ? അതല്ല എന്തെങ്കിലും പറ്റി കഴിഞ്ഞ ഒരാളുണ്ടാവുമല്ലോ. ശരിയാ. അത് ഇങ്ങനെയൊക്കെ വന്ന് നിക്കണതായിരിക്കും ചെലപ്പോ. കൊറേ ഉള്ളേരിയകൾ കൂടെ ഒക്കെ വന്നിട്ടേ. അങ്ങോട്ടൊക്കെ ഫുള്ള് റബ്ബർ തോട്ടം തന്നെ കേട്ടോ. ഫുള്ള് ഏക്കർ കണക്കിനുണ്ടാവും ചെലപ്പോ. വലിയ കുഴപ്പമില്ല, വണ്ണം അധികം വെച്ചിട്ടില്ലേ? ഈ വണ്ണം വെക്കാത്തതൊക്കെ വെട്ടി മാക്സിമം മുതലാക്കി എടുക്കണം. അങ്ങനത്തെ ചാറ് ഊറ്റിയെടുക്കാണ് ചില മരം. ആന ഇറങ്ങുമോ അതറിയില്ല. ഇത് നോക്കി നമ്മള് പോയിപ്പോ വേറെ ഒരു ഇതാണ് കേട്ടോ. അങ്ങ് കാണുന്ന റബ്ബർ തന്നെയാണല്ലോ ഫുള്ള്. കൊറേ അങ്ങേ തലക്കിലൊക്കെ കാണുന്നുണ്ട്. ഞാൻ അത്രേ ഉള്ളൂ എന്ന് വിചാരിച്ചു ആ റോഡ് കണ്ടപ്പോ. അവിടെ ഒരു ബോർഡ് കാണുന്നുണ്ട്. അവിടെ എന്താണാവോ? ഇനിയിപ്പോ ഇതിലാണ്ട് പോകേണ്ടി വരും നമുക്ക്. എവിടേക്കെല്ലാം ചെന്ന് ചാടാൻ പറ്റുമായിരിക്കും ചെലപ്പോ. ഇത് ഇപ്പൊ ഫുള്ളൊക്കെ തോന്നുന്നത് നമ്മള് ഏതോ റോഡ് അവസാനിക്കണ സ്ഥലത്ത് എത്തും തോന്നുന്നുണ്ട്. നമ്മള് നേരത്തെ കോഴി ഫാം കണ്ടതിന്റെ ബോർഡല്ലേ? അപ്പൊ കോഴി ഫാം ഇവിടെ വലത്തെ ഭാഗത്ത് എവിടെയാണ്? അങ്ങോട്ട് ആരോ മാർക്ക് കാണുന്നത്. പിന്നെ വേലി നോക്കിങ്ങള്. പിന്നെ ഇതിന്റെ സ്ഥലത്തിന്റെ ഗേറ്റിന് പകരം ല്ലേ മുളയൊക്കെ വെച്ചിട്ട് റബ്ബർ ഉണ്ട്. റബ്ബർ ഇവിടെ ഇത് കഴിഞ്ഞിട്ടോ. ഇതിന്റെ അതിലൂടെ കഴിഞ്ഞു. അതെന്താ ഒരു കല്ല് നാട്ടിട്ടുണ്ടല്ലോ അവിടെ. കർണാടക ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അങ്ങോട്ട് ഫോറസ്റ്റ്. അപ്പൊ ആനയും പുലിയും സംഭവങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോ, പറയാൻ പറ്റൂല. അപ്പൊ നമ്മള് നേരത്തെ കണ്ട കോഴി ഫാം ഇതാ അവിടെയാണ്. അവിടേക്കാണ് പോണത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് പോണെന്നുണ്ടെങ്കിൽ റിസ്ക് ആയിരിക്കും തോന്നുന്നുണ്ട്. കാരണം ആനയും പുലിയും ഇങ്ങനത്തെ സംഭവങ്ങൾ കടുവയൊക്കെ ഉണ്ടാകുമോ ഇല്ല പറയാൻ പറ്റൂല. റിസർവ് ഫോറസ്റ്റ് ആണ്. അതിനകത്ത് കേറി കഴിഞ്ഞാല് അപ്പൊ പുറം ലോകം ചിലപ്പോ നമ്മള് കാണൂല. തിരിച്ചു പോവാ. ഇത് വെട്ടുന്നല്ല കേട്ടോ തോട്ടം. നോക്കി കൊല്ലല്ല. ഇതുണ്ടോ നോക്കി മാർക്കിട്ട് വെച്ചിനിപ്പോ. ഇത് കൊറേ ഇപ്പൊ അടുത്ത കാലത്തൊന്നും വെട്ടിയിട്ടില്ല. കൊറേ മുന്നെന്നോ വെട്ടിയതാണ്. കൊറേ മുന്നേ പ്ലാസ്റ്റിക്. അതിന്റെ ഒക്കെ ദ്രവിച്ച മാരിക്കും അതിന്റെ നിറമൊക്കെ നിറച്ച അല്ലേ? കമ്പിയൊക്കെ തുരുമ്പ് പിടിച്ചു പോയി. നല്ല തോട്ടല്ലേ? അതെ. അവിടെ ഇല്ലല്ലോ, വിഷംപേരൊന്നും അല്ലത്. ഒരു ഷെഡ് ഉണ്ട് അവിടെ. ഇലയൊക്കെ ആയി വരുന്നേ ഉള്ളൂ. കൊറേ ആൾക്കാര് വീഡിയോ കണ്ടിട്ട് കൊറേ ആൾക്കാർ പറഞ്ഞു അവിടുത്തെ മരത്തിനൊന്നും ഇലയില്ലാന്ന്. ഇല പോയിരിക്കാണ്. ഇപ്പൊ നമ്മള് ജനുവരി മാസമല്ല, ഇപ്പൊ നമ്മള് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ജനുവരിയില്. ഇത് ജനുവരി ആയില്ലേ? ജനുവരി മാസത്തിലാണ് ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഇല പോയിരിക്കുന്നത്. നല്ല തോട്ടം, ഇതേപോലത്തെ തോട്ടം കിട്ടണം. നല്ല നിരപ്പുള്ള സ്ഥലം. 1000-10,000 മരങ്ങളൊക്കെ ഒറ്റത്. പിന്നെ നല്ല പണിക്കാരൻ കിട്ടണം. നല്ല സുഖമാണ്. ഇവിടെ ഒന്നും ആരും വന്ന് നിൽക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഈ ഒരു തോട്ടത്തിൽ അല്ലേ? ഇവിടെ ഒക്കെ എങ്ങനെ ഒറ്റയ്ക്ക് കിട്ടുക? ഇത് ഒന്നാമത് വീടുകളൊന്നുമില്ല. പിന്നെ അങ്ങോട്ട് ഫോറസ്റ്റ് ഏരിയ ആണ്. കാണാൻ വരാൻ തന്നെ പേടിയാണ്. പന്നിയും ആന ശല്യങ്ങളൊക്കെ ഉണ്ടാവും. ചില ആൾക്കാര് അവിടെ തോട്ടണ്ട് ഇവിടെ തോട്ടണ്ട് പറഞ്ഞിട്ട് പോകും. എന്നിട്ട് വേറെ ഈ ഒരു തോട്ടത്തിലോട്ട് ചിലപ്പോ വേറെ ഏതെങ്കിലും വഴി കൂടെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുമായിരിക്കും. കുറെ ആൾക്കാർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ചെന്നിട്ടാവും പെടുക. എന്നിട്ട് വേറെ വഴി കൂടെ കൊണ്ടേ അപ്പുറത്തെ ഏതെങ്കിലും വഴി കൂടെ കൊണ്ടേ കാണിക്കും തോട്ടം. അപ്പൊ എന്താ വെച്ചാല് ഇവര് വന്നിട്ട് തോട്ടം മെല്ലെ എടുക്കും. എടുത്തു കഴിഞ്ഞാല് പിന്നെയാണ് ഇവര് വെട്ടൊക്കെ തുടങ്ങി കഴിയുമ്പോഴാണ് അറിയാ ഒരു സൈഡ് ബൗണ്ടറിയിൽ ഫോറസ്റ്റ് ഉണ്ട്, ആന ഇറങ്ങുന്നുണ്ട്, അല്ലെ പുലി ഇറങ്ങുന്നുണ്ട്. പിന്നെ പേടിയാവും. പിന്നെ അത് കച്ചറയാവും, ഒഴിവാകും. നല്ല നല്ല തോട്ടങ്ങളല്ലേ?
ആന ഇറങ്ങുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് ഞാനൊരു സംഭവം കണ്ടുപിടിച്ചിട്ടു. എന്താ കറണ്ടിന്റെ കമ്പി ഇട്ടിട്ടുണ്ട്. ഈ വേലി കണ്ടോ? അവിടെ വെള്ളത്തിന്റെ അത് വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്ന എന്തിനാണ്? ആനക്ക് കുടിക്കാനാ? ആയിരിക്കും. പറമ്പില് ആന കയറാതാക്കാൻ വേണ്ടിയത്. അതിന്റെ ഒക്കെ ഇത് ഫുള്ള് കറണ്ടിന്റെ കമ്പി ഉണ്ട്. അതിനൊക്കെ വേലി കണ്ടില്ലേ? എല്ലാം കറണ്ടിന്റെ കമ്പിയാണ് വെച്ചിട്ടുള്ളത്. കണ്ടോ? കർണാടകയിലൊക്കെ വന്ന് തോട്ടം പാട്ടത്തിന് എടുക്കുന്ന ആൾക്കാർ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാല്, നമ്മൾ ഒരു കൊല്ലത്തേന് ആദ്യം എടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇവിടെ എടുത്താൽ മതി. കുറെ ആൾക്കാർ പറയും 20 കൊല്ലത്തേന് കിട്ടും, 30 കൊല്ലത്തേന് കിട്ടും, 40 കൊല്ലത്തേന് തോട്ടം പാട്ടത്തിന് കിട്ടും എന്നൊക്കെ. പക്ഷെ അതൊക്കെ എടുക്കുന്ന വെറും മണ്ടത്തരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാന്ന് എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാല് 20 കൊല്ലൊക്കെ നമ്മളെ നാട് വിട്ടിട്ട് ഈ ഒരു നാട്ടിലോട്ട് വരിക പറഞ്ഞാല് അതെല്ലാവർക്കും ഇത് പറ്റണമെന്നില്ല. പിന്നെ നമ്മളിവിടെ വന്നാല് എനിക്ക് തോന്നുന്ന ഒരു ജയിലായിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം വെച്ചാൽ ഒരാള് മിണ്ടാനോ വർത്താനം പറയാനോ ഉണ്ടാവില്ല. നമ്മളെ പ്രശ്നങ്ങളുമായിട്ടായിരിക്കും നടക്കുന്നത്. 1000 മരാണെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയും വെട്ടി പാലെടുത്ത് ഷീറ്റ് അടിച്ച് കൊണ്ടുപോവാം. ശരി, 2000 മരമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പണിക്കാരനെ കൊണ്ടുവരേണ്ടി വരും. ആ പണിക്കാരൻ നിൽക്കുവോ അതും ഇല്ല. പിന്നെ വലിയ ചൊറയായിട്ട് മാറും. പിന്നെ ഇട്ടു പോകാനും പറ്റൂല. അങ്ങനെയാണ് ഒരുവിധ ആൾക്കാർ ഇവിടെ വന്ന് കുടുങ്ങണമെന്നാണ് എനിക്ക് തോന്നുന്നത്. മെയിനായിട്ട് ഒന്നുകിൽ വെട്ടാൻ വരിക, അല്ലെങ്കിൽ ഒരു കൊല്ലത്തേന് പാട്ടത്തിന് എടുക്കുക. സംഭവം പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിൽക്കുക. എന്നുള്ള ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞ ഇവിടെ മടുത്തടാകെ മടുത്തിരിക്കുകയാണ്, എന്താ ഗതി കെട്ടിട്ടുണ്ട്, ആരും ഇല്ല, മിണ്ടാനും വർത്താനം പറയാനും ആരും ഇല്ല. കർണാടകക്കാരാണ് ഇവരോട് മിണ്ടൂല, ഇവരങ്ങോട്ട് പോകൂല. അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്. എനക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കർണാടകയിലോ? ഒരു ഒറ്റപ്പെട്ട ജീവിതാണ്. ഒരു പിന്നെ ഇടയ്ക്കും തലയ്ക്കും നമ്മള് പിന്നെ ഇങ്ങനെ കറങ്ങി നടക്കണ പട്ടികൾ അറ്റാക്ക് ചെയ്യാനാ പഠിക്കോ ചാടിക്കേറോ വണ്ടിയിലോട്ട്. അപ്പൊ നമ്മളിങ്ങനെ ഈ ദേശാടന പക്ഷികളെ പോലെ നമ്മളിങ്ങനെ ഈ എന്നും കറക്കായോണ്ടായാലും ഓരോ വഴിക്കും നമ്മള് പിന്നെ എല്ലായിടത്തും പോയി നോക്കും ഓരോ വഴിയും. പിന്നെ ഒരുവിധമൊക്കെ കന്നഡ നമ്മളിങ്ങനെ അവരുമായിട്ട് നേരിട്ട് നമ്മൾ സംസാരിച്ച് കൊറേ നമ്മളിങ്ങനെ പഠിച്ചിട്ടില്ലേ. അവര് നമ്മളോട് കമ്പനി ആയില്ലേ, നമ്മൾ അവരോട് പോയി കമ്പനി ആയി. അവിടെ ഇഷ്ടം പോലെ വീട്ടുകാരൊക്കെ ആയിട്ട് നമ്മള് അറിയുന്നതൊക്കെ ആയില്ലേ. ഇടയ്ക്കിടയ്ക്ക് അവരുടെ കൂടെ ഒക്കെ ടൂറ് പോക്കും ഒക്കെ ചേട്ടാ ഇങ്ങനെ പോലില്ലായിരുന്നോ? ട്രിപ്പ് പോലൊക്കെ ഉണ്ട്. പിന്നെ കൊറേ പരിചയക്കാരുണ്ട് കേട്ടോ. എവിടെ ചെന്നാലും ഏത് ചെന്നാലും അറിയുന്ന ആൾക്കാര് ഇഷ്ടം പോലെ ഉണ്ടാവും എല്ലായിടത്തും. എത്ര ദൂരം പോകുന്നില്ല നമ്മള്. അതെ, ആ കോഴി ഫാമൊക്കെ കാട്ടിന്റെ ഉള്ളിൽ കൊണ്ടുവച്ചാൽ എല്ലാം കിട്ടും. കുറുക്കനിട്ടു കാണുമായിരിക്കും. അതിപ്പോ ഈ പറഞ്ഞ പോലെ തന്നെ ഫുള്ള് കറണ്ടിന്റെ കണക്ഷൻ കാണുമായിരിക്കും ചുറ്റിനും. പറമ്പിന്റെ വേലിക്കെല്ലാം ഫുള്ള് അല്ലെ. പിന്നെ എന്തും തുടങ്ങാ, അതിനൊന്നും ഒരു പ്രശ്നമില്ല. ഫാം തുടങ്ങാനാണെങ്കിലോ കൃഷി ചെയ്യാനാണെന്നുണ്ടെങ്കിലോ ആരും കച്ചറ ഒന്നും ഉണ്ടാവില്ല. ഇത്രയും ഉള്ളിലൊന്നൊക്കെ ആര് കച്ചറ ഉണ്ടാക്കാനല്ലേ. അതെ. ഇനിയിപ്പോ വേറെ കാര്യമുണ്ട്, വല്ല മറ്റേ പാർട്ടിക്ക് ആരേലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ എത്ര ദൂരം വരണവർക്ക് ഇങ്ങോട്ട് ആരെപ്പിന്നെ വരാൻ നിക്കണ്. എണ്ണ അടിച്ച് ഇത്രയും ദൂരം വന്നിട്ട് കച്ചറ ഉണ്ടാക്കി പോകാൻ നിൽക്കോ? പിന്നെ മണം, മറ്റേ പൊല്യൂഷന്റെ പ്രശ്നം, എന്ത് മണം വരാനാ, എങ്ങോട്ട് മണം വരാനാ അല്ലെ. എയർ പൊല്യൂഷന്റെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല, സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ആരും അടുത്ത വീടുകളില്ല, ഒരു ശല്യവും ഒന്നിനെ കൊണ്ട് ഒരു ശല്യവും പറഞ്ഞു വരാൻ ഒരാളും വരൂല. കർണാടകക്കാർ മാത്രമൊന്നല്ലല്ലോ ഇവിടെ വന്ന് വെട്ടുന്നത്. കർണാടകക്കാർ അധികമല്ലല്ലോ, നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാർ തന്നെ ആയിരിക്കില്ല കൂടുതൽ വന്ന് വെട്ടുന്നത്. ആയിരിക്കും, ഒക്കെ ദൂരന്ന് വരുന്നവരാവും. എത്രയോ നാട്ടിൽ നിന്ന് എത്രയോ ആൾക്കാർ വന്നിട്ടുണ്ടാവില്ല ഇവിടെ. അപ്പൊ നമ്മള് തിരിഞ്ഞ റോഡിലോട്ട്, മെയിൻ റോഡിലോട്ട് തന്നെ എത്തിയതാ. വണ്ടികളൊക്കെ നോക്കിയേ പോണത്. നമ്മൾ അവിടുന്ന് വന്നതായിരുന്നു നേരത്തെ വന്നത് അവിടെ നിന്നായിരുന്നു. വന്നിട്ട് ഇപ്പൊ നമ്മള് കേറിയ റോട്ടിൽ നിന്ന് തിരിച്ചിറങ്ങി ഇനി അങ്ങോട്ട് പോവാണ്. ഇനി അടുത്ത ഒരു ഏരിയ നോക്കാം നമുക്ക്. ലെഫ്റ്റിലോട്ട് കേറുകയാണ്. മണ്ണ് റോഡാണ്. ആയിക്കോട്ടെ, നമുക്ക് പോയോക്കാം. മണ്ണ് റോട്ടുമ്പോ കൂടെ തന്നെയല്ലേ നമുക്ക് പോകേണ്ടത്. കവുങ്ങൊക്കെ വെക്കാൻ പറ്റുന്നത് കർണാടകക്കാർക്കാണ്. അവർക്കാണ് അതിന്റെ നല്ല കൃഷി അറിയുന്നത്. റബ്ബർ വെച്ച് പിടിപ്പിക്കാൻ അച്ചായന്മാർക്ക്. ഓരോരുത്തരും ഓരോ ഏതാണോ തെരഞ്ഞെടുക്കുന്നത് അതിനെ കുറിച്ച് ഫുള്ള് ABCD പഠിച്ചു വെക്കൂലേ. ഇതാണ് ഇവിടെ നമ്മളെ മുതല് എത്തിയല്ലോ. വെട്ടാൻ തുടങ്ങിയിട്ടുള്ളൂ അല്ലേ. ഇത് കാണാൻ കുഴപ്പമില്ല കേട്ടോ, നല്ല മരം. നമ്മള് നേരത്തെ കണ്ടതിന്റെ ബാക്കിയാണോ ഇത്? നമ്മൾ അങ്ങനെ പറയില്ലല്ലോ. അതെ, പ്ലാസ്റ്റിക് ഇടുന്നുണ്ട്
കുറച്ച് തവണ പ്ലാസ്റ്റിക് ഇട്ടിട്ടുള്ളൂ കേട്ടോ കണ്ടിട്ട്. തോട്ടത്തിൽ കൂടെ വഴിയുണ്ട്. 2-3 കൊല്ലൊക്കെ പ്ലാസ്റ്റിക് ഇട്ടിട്ടുള്ളൂ. നല്ല അടിപൊളി ഒരു തോട്ടല്ലേ. ഇങ്ങനെയുള്ള തോട്ടം കിട്ടണം നമുക്ക് വെട്ടാനും പാലെടുക്കാനും പിറ്റടിക്കാനും ഒക്കെ നല്ല സുഖമായിരിക്കും. അപ്പൊ നമ്മള് പോകുന്ന കൊറേ ദൂരം ഇങ്ങനെ കേറിട്ടോ ഉള്ളേരിയ കൂടെ ഇങ്ങനെ പോയോണ്ടിരിക്കാണ്. അപ്പൊ ഇന്നിപ്പോ പിള്ളേര് 2 ക്ലാസ് ഇല്ലാത്തോണ്ട് അവരും പോന്നിട്ടുണ്ട് ഞങ്ങളിപ്പം. ക്ലാസ് ഇല്ലാത്തോണ്ടല്ല, എല്ലാ ആഴ്ച നമ്മളെ പുറകെ സീറ്റ് പെറുക്ക് രണ്ടാക്കുള്ളതാണ്. ഇത് കണ്ടോ 2 ആളും കിടന്നുറങ്ങണോ. ഇന്ന് രാവിലെ ഒക്കെ പറഞ്ഞതാണ് നാളത്തെ വീഡിയോക്ക് ഞങ്ങൾ ഉണ്ടാവും പപ്പാച്ചി. നാളത്തെ വീഡിയോയില് ഞങ്ങള് ഇൻട്രോ ഞങ്ങളാണ് പറയണത്, പപ്പാച്ചി പറയണ്ടട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒക്കെ പറഞ്ഞ് സെറ്റ് ആക്കിയതേന്നു. എന്നിട്ട് ഇപ്പൊ 2 കിടക്കണ കിടത്തം കണ്ട് എന്താ ഉറക്കന്നറിയോ. നല്ല ഉറക്കാണ്, സുഖം നിദ്രയിലാണ്. ഇതാ പോണ വഴിയെ വണ്ടി ഒന്ന് സൈഡ് ആക്കിയിട്ട് അങ്ങനെ ഇറങ്ങിയതാട്ടോ. ഇത് നോക്കിയാ നല്ലൊരു തോട്ടം, അടയ്ക്ക കണ്ടല്ല കായ്ച്ചു നിക്കണ അടയ്ക്ക നോക്കിയാ നിങ്ങളെ മോനെ ഇങ്ങോട്ട് നോക്ക് ചേട്ടായിയേ. കൊലകൊലായിട്ട് മുന്തിരിക്കൊലമാരിക്കണ കുനുകുനാ അടയ്ക്ക. നല്ല സൂപ്പർ തോട്ടം, നല്ല ക്ലീൻ ആക്കി ഇട്ടേക്ക്. കവുങ്ങ് മാത്രല്ല കേട്ടോ, കവുങ്ങിന്റെ ഇടയിൽ കൂടെ കുരുമുളകെല്ലാം കൊടി പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ എന്താ വൃത്തി നോക്കി. ഈ കവുങ്ങിന്റെ പട്ട ഇങ്ങനെ കണ്ടില്ലേ ഓരോ ഭാഗത്ത് ഇങ്ങനെ അതിന്റെ ചോട്ടി തന്നെ കൂട്ടിയിട്ടത്. ഇവര് ഈ കവുങ്ങിന്റെ പട്ട എന്താ ചെയ്യല്? ഇത് പശുവിന് കൊടുക്കും. ഇനിയിപ്പോ വേനൽക്ക് പുല്ല് കുറയില്ലേ, ആ സമയത്ത് ഉണക്കി എടുത്തു വെക്കും. അതിങ്ങനെ അരിഞ്ഞ് വെക്കും. അരിഞ്ഞു കൂട്ടി ഒരു ഭാഗത്ത് കൂട്ടി വെക്കും, സൂക്ഷിച്ചു വെക്കും പിന്നത്തേനും വേണ്ടിട്ട്. അപ്പൊ അതൊരു വണ്ടി വന്നപ്പോ ചേട്ടായി സൈഡാക്കാൻ പോയതായിരുന്നു കേട്ടോ. അതിലൊക്കെ വീടുകൾ ഉണ്ടോന്ന്, ഫാമിലി ആയിട്ട് എല്ലാരും എവിടേക്കോ പോവാണ്. നാട്ടിലൊക്കെ ആണെങ്കിലേ എന്താ ഇവിടെ വണ്ടി നിർത്തി എന്താ ഏതാ ശരിയാ 100,000 ചോദ്യങ്ങൾ ഉണ്ടാവും. ഇന്നാളിങ്ങോട്ട് പറയാണെങ്കിൽ കണ്ണൂർ ഞങ്ങൾ എവിടെയോ ഒരു വീഡിയോ എടുക്കാൻ പോയതായിരുന്നു കേട്ടോ. എവിടെയോ ഒരു സ്കൂളിന്റെ മതിലിന്റെ സൈഡിൽ ഞങ്ങൾ ഇങ്ങനെ കുഴങ്ങിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുക വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ഫോൺ ചെയ്തോണ്ടിരിക്കായിരുന്നു. അന്നേരാണ് എന്നിട്ട് ഒരുത്തം വന്നിട്ട് എന്തോ പെട്ടെന്ന് ഒരാൾ വന്ന് ഇങ്ങനെ വണ്ടിക്ക് നോക്കിട്ട് ഇതെന്താ ഇവിടെ വണ്ടി നിർത്തിട്ട് ചോദിച്ചു. ഒന്നുമില്ല, ഞങ്ങള് വെറുതെ നിർത്തിട്ട് ഇരിക്കാം, കുറച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കാനൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനെ 100,000 ചോദ്യങ്ങളാണ് ഓരോരുത്തരും വന്നത്. നമ്മളെ നാട്ടിലാണെങ്കിൽ വണ്ടി പോയിട്ട് ഒരു അലമ്പോ കാര്യങ്ങളൊന്നുമില്ല, വളരെ എത്രങ്ങാനും ആളുണ്ടാവാൻ പാടില്ല, ഒരു മനുഷ്യൻ മുണ്ടിട്ടില്ല. എല്ലാരും ഒന്ന് ചിരിച്ചു പോയി. കർണാടകക്കാര് ഭയങ്കര പാവമാണ്. മലയാളികളാണ് വെറും കീടങ്ങളാണ് നമ്മളെ മലയാളികൾ. നമ്മളെന്നെ പറയാള് സത്യം അതാണ് കേട്ടോ. അങ്ങനെയാണുള്ളത്, നിങ്ങൾക്ക് അറിയില്ല. ഇങ്ങോട്ട് നോക്കിയാ നിങ്ങള് ഇത് കണ്ടപ്പോ നിങ്ങളെ കാണിക്കാതെ പോകാൻ തോന്നിയില്ല. പറമ്പില് മൊത്തം സ്പ്രിംഗ്ലറാണ്, ഫുള്ള് കാട് അടിച്ചു വാര്യമാർക്ക് ഒന്നുമില്ല, ഒരു കാട് പോലും ഇല്ല. അവിടെയൊക്കെ നോക്കി പഴുത്തിങ്ങനെ കിടക്കണ നോക്കി അടയ്ക്ക. അവിടെ പണിക്കാരുണ്ട്. എന്തി അവിടെ ഉണ്ടല്ലേ? ശരിയാ, കണ്ടില്ല. പിന്നെ താഴെ ഇനിയിപ്പോ സ്ഥിരം പണിക്കാരുണ്ടാവും, വേറെ ആളുണ്ടാവില്ല. സ്ഥിരമായിട്ട് ഈ ഒരു ഏരിയയിലെ കുറെ പണിക്കാർ വരുന്നതായിട്ടുണ്ടാവും. ഇനി ഇത് നനയ്ക്കണ കാരണം ഇതിനകത്ത് ഫുള്ള് പുല്ലുണ്ടാവും. ഈ പുല്ലുണ്ടാണ് ഇവരെന്തെയൊക്കെ പണിക്കാരെ അവരെ കൊണ്ട് തന്നെ പറിച്ചിട്ട് പശുവിന് കൊടുക്കാന് അരിഞ്ഞ അവിടെ കൊണ്ടുപോയി ഇങ്ങനെ 2-3-4 ദിവസത്തേക്ക് ഒരാഴ്ചത്തേനുള്ള അവിടെ അടുക്കി കൂട്ടി വെക്കും പുല്ല്, പച്ചപ്പുല്ല്. എന്നൊന്നും ഉണ്ടാക്കില്ല. ഇത് നമ്മളവിടെ ഒന്ന് കണ്ടു പഠിച്ചു. ഇത് ഒരാഴ്ചക്കുള്ള പുല്ല് 2-3 ആളുണ്ടാവും. ഓല് ഇങ്ങനെ കൊട്ടയിൽ അരിഞ്ഞു കൊണ്ട് അവിടെ ഇങ്ങനെ കൂട്ടി വെക്കും. പിന്നെ ഇത് പിറ്റേതാഴ്ച പിന്നെ ഇറങ്ങിയാൽ മതി പുല്ല് അരിയാന്. പിന്നെ ഇതിന്റെ ഈ പാളേന്റെ വേസ്റ്റ് ഒക്കെ ഉണ്ടല്ലോ, ഇതിപ്പോ എന്താ പറയാ, ഇതിന്റെ തൂമ്പ് വരുന്നല്ലേ അടയ്ക്കന്റെ പുതിയ ഇത് വരുന്നതിന്റെ ആണ്. അപ്പൊ ഇതൊക്കെ അതിന് അരിഞ്ഞിട്ട് തിന്നാൻ കൊടുക്കൂട്ടോ. പിന്നെ ഇതിന്റെ ബാക്കി സാധനങ്ങളെല്ലാം അരിഞ്ഞ് എടുത്തു വെക്കും, പുല്ലില്ലാത്ത ടൈമിൽ കൊടുക്കാൻ. കാടടിച്ച് കളയുന്ന ടൈമിലായിട്ട് ഞങ്ങൾക്ക് പുല്ലുണ്ടാവില്ല. അപ്പൊ ഇത് അരിഞ്ഞിട്ട് സൂക്ഷിച്ച് വെച്ച് കൊടുക്കും. പിന്നെ അതേമാതിരി ഇതിന്റെ ഈ മട്ടലുണ്ടല്ലോ, ആ ഓല, അതെല്ലാം കൊത്തി കറച്ച് എടുത്തുവെച്ചാല് ഇവരെന്തെന്നറിയോ, അതിന്റെ ഈ വേസ്റ്റ് ഉണ്ടാവുമല്ലോ ചാണകത്തിന്റെ, അപ്പൊ അതിനകത്തോട്ട് ഇതെല്ലാം ഇങ്ങനത്തെ വേസ്റ്റുകളും കുറെ പുല്ലിന്റെ വേസ്റ്റും എല്ലാം കൊണ്ട് അതിനകത്തോട്ട് ഇടും. എന്നിട്ട് പച്ചവളം എല്ലാം പാടെ മിക്സ് ആക്കിയിട്ടാണ് പിന്നെ അതെല്ലാം കുടഞ്ഞിട്ട് അതിന്റെ വേസ്റ്റ് എല്ലാം കളഞ്ഞ് അങ്ങനെ എന്തൊക്കെയോ കാട്ടിങ്ങാണ്ടാണ് ഇവര് ഇതിന് വളമിടാനൊക്കെ ഉപയോഗിക്കുക. അങ്ങനെ എന്തൊക്കെയോ അങ്ങനെ എന്തൊക്കെയോ പറയും. അപ്പൊ കൊറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കാണ്ട്, കൊറേ കാര്യങ്ങൾ അറിയാണ്ട്. അപ്പൊ ഇതിപ്പോ എന്തിനാ ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാത്തത് എന്നിട്ടോ.
അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങൾ. ഇനിയിപ്പൊ അവിടെ വീടുണ്ട് തോന്നുന്നു. ആ വണ്ടി ഇപ്പൊ അവിടേക്കാണ് പോയത്. നമുക്ക് അതിലൊന്നും പോകല്ലേ ഇനി? പോയേക്കാം. ഒരവിടെ പോയി ചായ കുടിച്ചു പോന്നാലോ? ഒന്ന് പരിചയം പുതിയ പോരല്ലേ? സ്വർഗ റിയൽ എസ്റ്റേറ്റ് ആണൊക്കെ പറഞ്ഞാണ്ട് റബ്ബറൊക്കെ ഉണ്ടോ പോയി ചോദിച്ചോക്കെ ഓരോട് നമുക്ക്. അപ്പൊ ഓല് പോയ വണ്ടിന്റെ ആ വണ്ടിന്റെ അതേ പുറകെ നമ്മളും പോയി നോക്കാണ്. ഈ വീഡിയോ ചിലപ്പോ കൊറേ നേരം ഉണ്ടാവും കേട്ടോ. അത് വീഡിയോ കുറച്ച് ലോങ് ആയിരിക്കും. ചിലപ്പോ ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ എന്തായാലും കാണുമായിരിക്കും. കാരണം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണം. റബ്ബർ ഇവർക്ക് വേണ്ടാതെ കിടക്കുന്നതാണ്. കാട് കയറി കിടക്കണോയ്ക്ക് നിലത്തോണ്ട് ഇതിൽ നമ്മള് വന്നിട്ടുണ്ടോ? ഇതൊക്കെ നോക്കിയേ, നല്ല മരട്ടോ. നോക്കിയ വണ്ണം കണ്ടോ? കാട് കയറി കിടക്കുന്നു. എത്ര പാലിട്ടെന്ന് അറിയാം ഇതിനൊക്കെ. ഇതൊക്കെ വേണ്ടെങ്കി നമ്മക്ക് വരുന്നവരെ വന്നിട്ടോ പണ്ട്? അറിയില്ല, വന്ന് കാണുമായിരിക്കും. അറിയില്ല. ഇവിടെയാണോ? ഒരിക്ക് വേണ്ടെങ്കി നമ്മക്ക് വരുന്നാവല്ലേ റബ്ബറ്. ഇപ്പൊ നമ്മള് വന്നിപ്പോ ഏകദേശം വഴി ഇവിടെ അവസാനിച്ചിരിക്കാണ്. എന്റേത് നമ്മൾ ആദ്യ ഒരു ഏരിയയിൽ പോയി. അവിടെ ഏകദേശം അങ്ങ് ഫോറസ്റ്റ് വരെ പോയി. അവിടെ വീടല്ലേ? ആ, അത് വീടാ തോന്നുന്നു. വഴിയിൽ ഇങ്ങോട്ടൊരു വീട്, പിന്നെ ഇങ്ങോട്ട് ഇവരുടെ പറമ്പിലോട്ടുള്ള വഴി. ഇത് ഇവിടെ തീർന്ന്. ഇനി ഇത് പാടം കഴിഞ്ഞ അങ്ങേ കരയിലാന്നോണ്ട് വഴിയുള്ളത്. അപ്പൊ നമ്മളെ ഈ ഒരു ഫസ്റ്റ് ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. ഇവിടെ ഈ ഒരു ഏരിയയിൽ ആ ഒരു തോട്ടം മാത്രം, 1-2 തോട്ടം മാത്രം അല്ലെ റബ്ബർ. കുറച്ച് വേറെ തോട്ടങ്ങളൊന്നും കണ്ടില്ലല്ലോ. പിന്നുള്ളത് അതേപോലത്തെ കവുങ്ങ് തോട്ടാണ്. നല്ല അടിപൊളി സൂപ്പർ കവുങ്ങ് തോട്ടാണ്. ചെറിയ ചെറിയ മഞ്ഞളിപ്പുണ്ട്. ആ ഈ വെയിലിന്റെ ആണെന്ന് അല്ലേ? അത് ഇവിടെ വെയിലിന്റെ തോന്നുന്നുണ്ട്. നനക്കുണ്ട്. ഫുള്ള് സ്പ്രിംഗ്ലർ ആണ്. ഫുള്ള് കാട് കയറിയിട്ടുണ്ട്. പുല്ല് മുളച്ചിട്ടുണ്ട്. ഫുള്ള് പുല്ലുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടുന്ന് അവസാനിപ്പിക്കാണ്. അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നിങ്ങൾ അറിയുന്ന ആൾക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളി. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തോളി. അപ്പം തോട്ടങ്ങളൊക്കെ പാട്ടത്തിനൊക്കെ എടുക്കാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കൊരു മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ തോട്ടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴത്തേന് കോൺടാക്ട് ചെയ്യുക. പിന്നെ സ്ഥലങ്ങളൊക്കെ നിങ്ങളുടെ പ്രോപ്പർട്ടികളൊക്കെ കൊടുക്കാനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാം. പിന്നെ വേറെ കാര്യം പറയാനുള്ള വെച്ചാൽ കുറഞ്ഞ വിലയ്ക്ക് നിങ്ങൾ വീടൊക്കെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് കാസർഗോഡ് ജില്ലയിൽ 10 ലക്ഷം രൂപ 8 ലക്ഷം രൂപയ്ക്കൊക്കെ സ്റ്റാർട്ടിംഗ് ഉണ്ട്. വീട് സ്ഥലങ്ങളും അങ്ങനെയുള്ള വീട് സ്ഥലങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ നമ്മളെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് ഇതിൻ്റെ ബാക്കി എപ്പിസോഡായിട്ട് നമുക്ക് ഇനിയും വരാം. ഇതൊരു എപ്പിസോഡായിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. എല്ലാച്ചെങ്കില് വലിയ വീഡിയോ ആയിരിക്കും. 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഉണ്ടാവും. അത്രയും നേരങ്ങളെ സഹിച്ച് നോക്കിയിരിക്കാൻ നമുക്ക് പോകാനുണ്ട്. നമുക്ക് കർണാടകന്റെ ഒരുവിധ എല്ലാ ഏരിയയിൽ കൂടി നമ്മൾ പോകണം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ കുറച്ച് ഇങ്ങനെ നിർത്തി അത് ഇന്നതാണ് ഇത് ഇന്നതാണ് അങ്ങനെ പറഞ്ഞാൽ നമുക്ക് കാണിച്ചു തരാൻ കഴിയില്ല. കാരണം അപ്പത്തേനും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാൻ കഴിയില്ല അല്ലേ? അപ്പം വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താലാണ് നമുക്ക് കൂടുതൽ സപ്പോർട്ട് കിട്ടുക. വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് ലൈക്കും ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് മറ്റൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.